കൃഷ്ണവംശി. രചന ദേവലക്ഷ്മി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. വാതിൽ മുട്ടിയിട്ട് വംശി ഈർഷ്യയോടെ തലയിണയിൽ മുഖമിട്ട് ഉരസി. തല പൊങ്ങുന്നില്ല. കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് അവൻ വീണ്ടും കണ്ണുകൾ അടച്ചു. കുറച്ചു സമയം കഴിഞ്ഞ് വീണ്ടും മുട്ടിയേൽക്കാൻ തുടങ്ങി. കണ്ണുകൾ ശ്രമപ്പെട്ട് തുറന്നു. എവിടെയാ? ഓ, റൂമിൽ തന്നെ. ഡാ കാർത്തി, എഴുന്നേൽക്ക്, വാതിലോർക്ക്, അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. എവിടെ? ആര് കേൾക്കാൻ? അവൻ തലരിച്ച് ബെഡിലേക്ക് നോക്കി. അത് ശൂന്യമായിരുന്നു. എവിടെ പോയി ഇവൻ? വംശി എങ്ങനെയൊക്കെ എഴുന്നേറ്റ്. തലക്കാകെ ഒരു കനം. അവൻ എഴുന്നേറ്റ പോലെ തന്നെ കട്ടിലേക്കിരുന്നു. പിന്നെ തലയൊന്ന് കുടഞ്ഞു. ആകെ മൊത്തത്തിൽ സ്വയം ഒന്ന് നോക്കി. ഒരു ബോക്സർ ഒഴികെ മറ്റൊന്നുമില്ല ശരീരത്തിൽ. അവന്റെ കണ്ണുകൾ ചുരുങ്ങി. ഇന്നലെ എന്താ നടന്ന്? അവൻ ആലോചിച്ച് നോക്കി. ഒന്നും ഓർമ്മ വരുന്നില്ല. ആകെ ഒരു പുകമയം. അവൻ ഇരുകൈകളും തലയിൽ അമർത്തി പിടിച്ചു. തല പൊട്ടിപ്പിളരുന്ന വേദന. ദാ വീണ്ടും വാതിൽ കൊട്ടു തുടങ്ങി. ഇപ്രാവശ്യം കുറച്ച് ശക്തമാണ്. വംശി എഴുന്നേറ്റ് വാതിൽക്കിലേക്ക് നടന്നു. ആരാണ് ഇത്ര മുട്ടി നിൽക്കുന്നത്? പറടാ പട്ടി, തെണ്ടി നായ്. മുഴുവനാക്കുന്നതിന് മുമ്പ് വാതിൽ തുറന്നിരുന്നു. അവൻ വായിൽ വന്ന തെറി പറയാൻ മുന്നിലേക്ക് മെടിച്ചു നോക്കി. മുന്നിൽ ദേശീയഭാഗത്തിൽ ഒരു 50-52 വയസ്സ് തോന്നിക്കുന്ന ഒരാൾ. നല്ല ഹൈറ്റ്, വെയിറ്റ്, വെൽ മെയിൻറ്റൈൻഡ് ബോഡി. മുടി വെട്ടിയ രീതി കണ്ടാൽ അറിയാം ആളൊരു പോലീസാണെന്ന്. വംശി ഞെട്ടിലോടെ ആ മുഖത്തേക്ക് നോക്കി. ആ, നീ വിളിച്ച ശരിയാ നാറി. നിന്റെ അച്ഛനിപ്പോ അങ്ങനെ ഒരു അവസ്ഥയില്ല. നല്ല കാഴ്ചയാണല്ലോ, ഉടുതുണിയില്ലാതെ മകന്റെ നിൽപ്പ് കാണുന്നത്. അയാൾ പുച്ഛിച്ചു. ഓ, കിളവൻ രാവിലെ തന്നെ ട്രോളാമെന്നാണ്. വംശി പിറുത്തു. ഏതാടാ കിളവൻ? എന്താടാ കിളവനോ? കിളവൻ നിന്റെ തന്ത. ആ, അത് ഞാൻ തന്നെയാ വിളിച്ചത്. വംശി പിന്നെയും പിറുവിറുത്തു. പറയുന്നു ഉച്ചതി പറടാ ആലവലാതി. അയാൾ വീണ്ടും പുച്ഛിച്ചു. അല്ലയോ ചെറുപ്പക്കാരാ, അകത്തേക്ക് വന്നാലും. വംശി വാതിൽക്കിൽ നിന്നും മാറിക്കൊടുത്തു. എന്നിട്ട് പുറത്തേക്ക് നോക്കി. രണ്ടെണ്ണം അവിടെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. വരട്ടെ, കാണിച്ചേറാ ഞാൻ. അയാളെ നോക്കി അവൻ പല്ലിയരിച്ചു. വംശി എടാ. കൂട്ടത്തിലൊരുവൻ അവൻ്റെ അടുത്തേക്ക് വന്നു. ഞങ്ങൾ എഴുന്നേറ്റിലായിരുന്നു വംശി. വെള്ളിയിട്ട് വാതിൽ തുറന്ന് ചെയ്താ. അവൻ ബാക്കിൽ നിൽക്കുന്നവനെ നോക്കി. എൻ്റെ മച്ചൻ, ഞാൻ വാതിൽ തുറന്ന് SP സാർ ഒറ്റ വരവല്ലായിരുന്നു. എൻ്റെ ഉമ്മി, ഞാൻ മുള്ളിപ്പോയി. അലയുടെ കർത്തി നീ കണ്ടല്ലേ? എന്ത് നീ മുള്ളുന്നോ? അലയടാ പന്നി. സെയ്തവനെ ചെറഞ്ഞു നോക്കി. രണ്ടുപേരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. വംശി ദേഷ്യപ്പെട്ടു. ഇന്നലെ എന്താ നടന്നെന്തെങ്കിലും പറയടാ നാറികളെ. അപ്പൊ നിനക്കൊന്നും ഓർമ്മയില്ലേ ബ്രോ? കാർത്തിയാണ്. ഓർമ്മയുണ്ടെങ്കിൽ നിന്നോടൊക്കെ എന്നെ ചോദിക്കോ? വംശി വീണ്ടും തലയിൽ പിടിച്ചു. വംശി! ആത്തുനിന്ന് ഇടിമുഴക്കം പോലെ ശബ്ദമേർന്നു. ദാ വരുന്നു, ആ വിളിച്ചു പറഞ്ഞു. വാടാ. അവർ രണ്ടുപേരെയും നോക്കി. ഏയ് ഞങ്ങളില്ല, സെയ്താണ്. അല്ലടാ കാർത്തി? ആ അത് തന്നെ. നിങ്ങൾ അച്ഛനുമാരും തനിച്ചു വല്ലതും പറയാനുണ്ടാവില്ലേ? കാർത്തി നിഷ്കളങ്കത വാരി വിതറി. വാടാ സെയ്തു, നമുക്ക് അച്ഛന് ചായ ഇടാം. പാലുണ്ടോ എന്തോ? സെയ്ത് കാർത്തിയുടെ കൈ പിടിച്ചുകൊണ്ട് തിരിച്ചടക്കാൻ ആഞ്ഞു. മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്ന രണ്ടും, ഇല്ലെങ്കിൽ അറിയാലോ. വംശി കലിപ്പിട്ടു. കാർത്തിയും സെയ്തും പരസ്പരം നോക്കി. ചെക്കനിത്തിരി മുറ്റാണ്. 2 അല്ല 20 പേര് വന്നാലും അവൻ പറന്നടിക്കും. എന്തിനാ വെറുതെ അവനെ പ്രാക്ടീസ് ചെയ്യാൻ നിന്നു കൊടുക്കുന്നത്? ഞങ്ങൾ വരണോടാ. കാർത്തിയുടെ ശബ്ദം. വരണ്ട എന്നാണ് എൻ്റെ ഒരു അനുമാനം. സെയ്താണ്. വാടാ തിണ്ടികളെ. വംശി രണ്ടാളെയും തൂക്കിയെടുത്ത് അകത്തേക്ക് നടന്നു. സൂര്യവംശി, കാർത്തിക്, സെയ്ദ് അഹമ്മദ് MBA ലാസ്റ്റ് SEM വിദ്യാർത്ഥികളാണ്. +2 മുതലേ 3 ചങ്കും കരളും കിഡ്നിയും ഒക്കെയാണ്. കൂട്ടത്തിൽ ഇത്തിരി ചൂടനാണ് വംശി. 1 വർഷം മുമ്പാണ് വംശി ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നത്. ഫസ്റ്റ് ഇയർ ഫ്രഷേഴ്സ് ഡേ. വരാൻ കൂട്ടാക്കാതിരുന്ന വംശിയെ നിർബന്ധിച്ചു കൊണ്ടുവന്നാണ് സെയ്തും കാർത്തിയും. ഓഡിറ്റോറിയത്തിനടുത്തുകൂടി പാസ് ചെയ്യുകയാണ് 100 സംഘം. കാർത്തിയും സെയ്തും അതീവ താല്പര്യത്തോടെയാണ് ചുറ്റും കണ്ണോടിച്ച് നടക്കുന്നത്. പെട്ടെന്നാണ് ഒരു പെൺകുട്ടി നല്ല ഭംഗിയിൽ നൃത്തച്ചുവടുകൾ വെക്കുന്നത് വംശി കാണുന്നു. അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങളെ അവൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. നേവി ബ്ലൂ നിറത്തിലുള്ള ഒരു സെൽവാറാണ് വേഷം. പുറന്നിറങ്ങി കിടക്കുന്ന ചുരുണ്ട മുടി, ഇരുണ്ട നിറമാണ്. നെറ്റിയിൽ ചന്ദനക്കുറി. കണ്ണുകളിൽ കരിമഷി നിറഞ്ഞിട്ടുണ്ട്. കഴുത്തിൽ നീല നിറത്തിലുള്ള മുത്തുമാലയാണ്. കയ്യിൽ കുപ്പിവളകളും. വംശി അങ്ങനെ തന്നെ നിന്നുപോയി. അവൾ നൃത്തം അവസാനിപ്പിച്ചും ഓഡിറ്റോറിയം മുഴുവൻ നിറഞ്ഞ കയ്യടികളായിരുന്നു. താങ്ക് യു കൃഷ്ണ, താങ്ക് യു സോ മച്ച്. മൈക്ക് പിടിച്ച പെൺകുട്ടി അവളെ അഭിനന്ദിച്ചു. ഏവർക്കൊരു ചിരി സമ്മാനിച്ചുകൊണ്ട് അവൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി. വംശി അവളെ കണ്ണിമയ്ക്കാതെ നോക്കി നിൽക്കുന്നുണ്ട്. സെയ്തും കാർത്തി ഊറി ചിരിച്ചു. എന്തായിരുന്നു ഋഷിശൃംഗന്റെ ഭാവം? അയ്യോ, പെണ്ണുങ്ങളെ നോക്കില്ല, സംസാരിക്കില്ല. ഇപ്പൊ നോക്കി ഒരു പെണ്ണിനെ കണ്ട് ചോര ഊറ്റിയോട് നിൽക്കുന്നു. അയ്യേ, മോശം മോശം. അപ്പന് പേരുദോഷം വരുത്തല്ലേടാ. സെയ്ദ് വംശിയെ കളിയാക്കി. കാർത്തിയും കൂടെ ചേർന്ന് ചിരിക്കാൻ തുടങ്ങി. നിർത്തണ തെണ്ടികളെ. എൻ്റെ അപ്പനെ എൻ്റെ പ്രായത്തിൽ അമ്മയെ കിട്ടി എൻ്റെ പ്രൊഡക്ഷനെ പറ്റിയുള്ള ചിന്തയിലായിരുന്നു. പിന്നെയാ. വംശി അവരെ നോക്കി കളിയായി പറഞ്ഞു. അയ്യേ, അപ്പനും കൊള്ളാം മകനും കൊള്ളാം. കാർത്തി ചിരിയോടെ പറഞ്ഞു. ആ, എന്നാ തുടങ്ങിയോ? ഡാ, നീ ആയിട്ട് ഉറക്കണ്ട. സെയ്ദ് വംശിയുടെ തോളിൽ കുത്തി നാണത്തോടെ കളം വരിച്ചു. ഐ, എന്ത് എക്സ്പ്രഷനാണ് തെണ്ടി. വംശി അവനെ തള്ളി മാറ്റി.
പിന്നെ വീണ്ടും ആ പെൺകുട്ടിയെ നോക്കി നിന്നു. മനസ്സിലൊരു കുടം മഞ്ഞു വീണ പ്രതീതി. ഇവളെയാണ് ഇതുവരെ കാത്തിരുന്നത്. അതെ, അവന്റെ ഹൃദയം മന്ത്രിച്ചു. ഡാ, വംശി കാർത്തിയെ തോണ്ടി. അധികമൊന്നും പണയണ്ട, അവളെ കുറിച്ചല്ലേ. വൈകുന്നേരത്തിന് മുമ്പ് വിവരത്തിക്കാം. സെയ്ത് മുഖം കൂട്ടി. മിടുക്കൻ. വംശി അവന്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചു. അന്ന് വൈകുന്നേരം കാർത്തിയും വംശിയും നേരത്തെ വീട്ടിലെത്തി. 3 പേരും കോളേജിനടുത്ത് തന്നെ ഒരു വീട് വാടകയ്ക്കെടുത്താണ് താമസം. സെയ്ത് വിവരശേഖരണത്തിനായി പോയതാണ്. വംശി റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എൻ്റെ പൊന്നു വംശി, നീ ഇവിടെ ഇരിക്കുക. നാളെ പ്രൊജക്ട് സബ്മിഷൻ ഉണ്ട്. നിന്റെ പേപ്പർ റെഡിയാണോ? എഴുതിക്കൊണ്ടിരുന്ന കാർത്തി വംശിയുടെ കട്ടായം കണ്ട് ചോദിച്ചു. ദേ കാർത്തി, നിനക്ക് വേണമെങ്കിൽ നീ എഴുത്, വെറുതെ ചൊറിയരുത്. മനുഷ്യനിവിടെ മൂട്ടി തീ പിടിച്ച് നടക്കുക. വംശി കാർത്തിക്ക് നേരെ ചാടിക്കയറി. എൻ്റെ അമ്മേ, നീ നടന്നോ? അവൻ വംശിയെ സമാധാനിപ്പിച്ചു. എൻ്റെ അമ്മോ, എനിക്കിത് എന്തിൻ്റെ കേടായിരുന്നു? കാറിനിപ്പോ തിന്നേനെ. കാർത്തി എഴുത്തു വന്നു. പെട്ടെന്ന് ബൈക്കിന്റെ ശബ്ദം കേട്ട് വംശി പുറത്തേക്ക് പാഞ്ഞു. ഇവൻ. കാർത്തി തലയിൽ കൈവച്ചു. തന്റെ നേർക്ക് ഓടി വരുന്ന വംശിയെ കണ്ട് സെയ്ത് പേടിച്ച് പുറകിലേക്ക് മാറി. എന്താണാവില്ലേ, നീ മനുഷ്യനെ കൊല്ലാൻ വരുവാണോ? സെയ്ത് ചോദിച്ചു. പറയ് സെയ്ത്, എല്ലാം പറ വേഗം. വംശി ധൃതി കൂട്ടി. എന്തായി കാര്യം നടന്നോ? അങ്ങോട്ടേക്ക് വന്ന കാർത്തിയും ചോദിച്ചു. ഡേയ്, ഈ സെയ്ത് സുമ്മാവാ, നനച്ചതാ നടത്തും. ഇന്ത സെയ്ത് മുഹമ്മദ്. സെയ്ത് കോളർ പൊക്കി. നിന്ന് കലാപ്രസംഗം പറയാൻ കാര്യമുള്ള പന്നി. വംശി അലറി. സെയ്ത് ഒന്ന് ഞെട്ടി, പിന്നെ വിളിച്ച് കാണിച്ചു. പേര് കൃഷ്ണ, ഫസ്റ്റ് ഇയർ BA ഇംഗ്ലീഷ്. അമ്മ, അച്ഛൻ, അനുജൻ. ഇവിടുന്ന് 3 കിലോമീറ്റർ വീട്ടിലേക്ക്. കോളേജ് ബസ്സിലാണ് പോയി വരുന്നത്. പിന്നെ സെയ്തോ നിർത്തി. പിന്നെ വംശിയും കാർത്തി ഒരുപോലെ ചോദിച്ചു. പിന്നെ അവൾക്ക്. സെയ്ത് വീണ്ടും നിർത്തി. വംശി കരയേറി. പറയുന്നുണ്ടോ നീ? സെയ്തിന്റെ കോളർ പിടിച്ചു. എടാ വംശി, അവൾ കൃഷ്ണ, സംസാരിക്കില്ല. സെയ്ത് മെല്ലെ പറഞ്ഞു. വംശിയുടെ കൈകൾ സെയ്തിൽ നിന്നകന്നു. അവൻ നിശബ്ദനായി. സെയ്ത് തുടർന്നു. ജന്മനാ അവൾ ഊമയാണ്, ശബ്ദമില്ലാതേ ഉള്ളൂ. പക്ഷെ നൃത്തത്തിലും പഠനത്തിലെല്ലാം സൂപ്പറാ പെണ്ണ്, ഒരു പാവം. കാർത്തി വംശിയെ സൂക്ഷിച്ചു നോക്കി. എന്താ വംശി, നീ എന്താ മിണ്ടാത്തെ? വംശി ഇരുവരെയും മാറി മാറി നോക്കി. ഇനി അവളെ വേണ്ടെന്നെങ്ങാനും പറഞ്ഞാ കൊല്ലും പന്നി. സെയ്ത് ദേഷ്യപ്പെട്ടു. അത് തന്നെ എനിക്കും പറയാനുള്ളൂ. കാർത്തി ഏറ്റുപിടിച്ച്. വംശി എന്ന് ചിരിച്ചു. നിനക്കൊക്കെ തോന്നുന്നുണ്ടോടാ ഞാനങ്ങനെ ചെയ്യുന്നു? അവളെന്നെ നെഞ്ചിലാ വധിച്ച്. ഞാൻ എൻ്റെ കൂടെ കൂട്ടും അവളെ, പ്രാണനായി നോക്കും. വംശി നെഞ്ചിൽ കൈ ചേർത്തു. വംശിയടാ, നിന്റെ അച്ഛനും അമ്മയും. കാർത്തി സംശയത്തിൽ പറഞ്ഞു. നിങ്ങൾക്കറിയില്ല അവരെ? 22 വയസ്സിലാ അച്ഛൻ അന്നമ്മയെ കോട്ടയിൽ നിന്ന് ചാടിച്ചുകൊണ്ടുവന്നു. ഒന്നുമില്ലാത്ത ആ കാലത്ത്. അതിനുശേഷം അമ്മ പഠിച്ച് ഡോക്ടറായതും അച്ഛൻ IPS എടുത്ത് നാട് നന്നാക്കാൻ ഇറങ്ങിയതും. SP സൂര്യദേവ് ആൻഡ് ഡോക്ടർ ആൻ തെരേസ. അവരുടെ ഓർമ്മയിൽ അവൻ ചിരിച്ചു. അവരാണോ എതിർപ്പായിട്ട് വരുന്നത്? നോ, നെവർ. കാർത്തിയും സെയ്തു ആശ്വാസത്തോടെ ചിരിച്ചു. അപ്പൊ ഇനി? സെയ്ത് ചോദിച്ചു. വംശിയുടെ ചുണ്ടിലൊരു കള്ളച്ചിരി വിരിഞ്ഞു. അവള് പഠിക്കട്ടെ, ഞാനും. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ലാസ്റ്റ് ഡേ ഞാൻ അവളോട് ചോദിക്കും, എൻ്റെ കൂടെ കൃഷ്ണവംശിയായി ജീവിക്കാൻ തയ്യാറാണോ എന്ന്. തയ്യാറല്ലെന്ന് അവൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ വംശിയുടെ മുഖം മങ്ങി. ഇല്ല, അങ്ങനെ പറയില്ല. കർത്താവാണ് അവളെ കാണിച്ചതെങ്കിൽ മഹാദേവനെ നടത്തിയിരിക്കും. വംശി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. നിന്റെ ഒരു ഭാഗ്യം. സഹായിക്കാൻ എത്ര പേരാ? ഒരു സൈഡിൽ കർത്താവും, മറ്റേ സൈഡിൽ കൃഷ്ണനും ശിവനും പരിവാരങ്ങളും. എൻ്റെ അല്ലോ, ഇതിനിടയ്ക്ക് എൻ്റെ കാര്യം നീ മറക്കല്ലേ നാഥ. സെയ്ത് മുകളിലേക്ക് നോക്കി. അവൻ്റെ പറച്ചിൽ കേട്ട് വംശിയും കാർത്തികയും പൊട്ടിച്ചിരിച്ചു. പിന്നെയുള്ള ദിവസങ്ങൾ വംശിയും കൃഷ്ണയും കണ്ണുകൾ കൊണ്ട് പ്രണയിച്ചു. മറഞ്ഞെന്ന് അവളെ കൊതി തീരെ കണ്ടു. ഒരിക്കൽ പോലും അവൾ മുമ്പിൽ ചെല്ലാൻ അവൻ തയ്യാറായില്ല. അങ്ങനെ മൂവരുടെയും കോളേജിലെ ലാസ്റ്റ് ദിവസമായിരുന്നു ഇന്നലെ. സംഭവബഹുലമായ ദിവസം. അതിന്റെ ബാക്കി പത്രമാണ് SP സൂര്യദേവിന്റെ പെട്ടെന്നുള്ള എഴുന്നള്ളത്ത്. വംശിയും കാർത്തിയും സെയ്തും മുറിയിലേക്ക് കയറിയപ്പോൾ ടേബിളിന്റെ അടുത്ത് നിന്ന് ഏതൊരു പുസ്തകം മറിച്ചു നോക്കിയാണ് സൂര്യദേവ്. അച്ഛാ, സെയ്താണ് വിളിച്ചത്. അയാൾ തിരിഞ്ഞു നോക്കി. മൂവരും ഒരു അമ്മ പറ്റ അളിയന്മാരെ പോലെ നിരന്ന് നിൽക്കുകയാണ്. ഡാ, പോയി തുണിയെടുത്ത് കൊടുക്കാൻ ഈ വല്ലതും തരണോ? വംശിയെ നോക്കി അദ്ദേഹം ചോദിച്ചു. അവൻ വേഗം കട്ടിലിന്റെ സൈഡിൽ കിടന്ന് മുണ്ടെടുത്ത് കൊടുത്തു. ഇന്നലെ മുതൽ നിന്നെയൊക്കെ വിളിക്കുന്നുണ്ട് നിന്റെയൊക്കെ തള്ളമാര്. എവിടെ? ഒരെണ്ണം ഫോൺ എടുക്കുന്നില്ല. അന്നമ്മ ഇന്ന് രാവിലെ വിവരം പറയുന്നു. കോളേജിൽ അന്വേഷിച്ചപ്പോൾ നീയൊക്കെ നേരത്തെ ഇറങ്ങിയെന്ന് പറഞ്ഞു. എവിടെയായിരുന്നടാ നീയൊക്കെ? അദ്ദേഹം ചോദ്യഭാഗത്തിൽ മൂന്നിനെയും നോക്കി. അത് അച്ഛാ, കാർത്തിന്ന് വിക്കി. തുടങ്ങിക്കോ. സൂര്യദേവ് അവരുടെ അടുത്ത് നിന്ന് കൈകെട്ടി നിന്നു. എത്ര കുപ്പി തീർത്തു ഇന്നലെ? മൂവരും ഞെട്ടി പരസ്പരം നോക്കി. അയ്യോ അച്ഛാ, ലിക്കറോ? ഒരിക്കലുമില്ല. പിന്നെ അയാൾ ചോദ്യഭാഗത്തിൽ സെയ്തിനെ നോക്കി. അത് ബിയർ. അവനൊന്ന് പരിങ്ങി. അതും ആൽക്കഹോൾ കണ്ടന്റ് ഒട്ടും ഇല്ലാത്ത. ഈ പിള്ളേരൊക്കെ കുടിക്കില്ല അച്ഛാ, അതാ. സെയ്ത് നിഷ്ക്രിയാ മഞ്ഞ്. ഏത് പിള്ളേര്? ഇന്നലെ പിറന്നു വീണ പിള്ളേരല്ലേ? സൂര്യദേവ് പരിഹാസത്തോടെ ചോദിച്ചു. അതച്ഛാ. അല്ല, ഈ മഹാനുഭാവന്റെ വായിൽ എന്താ പൂച്ച വെച്ചെടുക്കുന്നുണ്ടോ?
അയാൾ വംശിയെ നോക്കി. അവൻ മുഖം കുനിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്താണോ പിള്ളേരെ? സൂര്യദേവ് അവരെ ഗൗരവത്തിൽ നോക്കി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെച്ചാ കൃഷ്ണ, കാർത്തി പറയാൻ ശ്രമിച്ചുകൊണ്ട് വംശിയെ പാളി നോക്കി. അവൻ മറ്റെവിടെയോ നോക്കി നിൽക്കുകയാണ്. കൃഷ്ണ? സൂര്യദേവിന്റെ നോട്ടം വംശിയിലെത്തി. കൃഷ്ണയെ കണ്ടമുള്ള കാര്യങ്ങൾ അവൻ അച്ഛനോട് അമ്മയോട് നേരത്തെ പറഞ്ഞിരുന്നു. അത് കൃഷ്ണവിന്റെ ഇഷ്ടം തള്ളിക്കളഞ്ഞു. അതിന്റെ വിഷമത്തിൽ ഇവൻ ലേശം ഓവറായി. ഞങ്ങൾ റൂമിൽ പോലും കയറ്റില്ല. ആകെ കരച്ചിലും നിലവിളിയായിരുന്നു. കാർത്തി പറഞ്ഞു. അതിപ്പച്ച ഇവൻ ആദ്യമായിട്ട് ജീവനെ പോലെ സ്നേഹിച്ചിട്ട് സെയ്ത് വിശദീകരിക്കാൻ ശ്രമിച്ചു. ഒറ്റ ചിരിയായിരുന്നു SP സൂര്യദേവ്. മൂവരും പകച്ച അയാളെ നോക്കി. അച്ഛാ, വംശിയാണോ? അത് കേട്ട് അയാൾ വീണ്ടും ചിരിച്ചു. ദേ പോലീസേ! വംശി ദേഷ്യത്തിൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നടന്നു. എടോ കളവാ, ചിരി നിർത്താൻ! അത് കേട്ട് സൂര്യദേവ് വംശിയെ തുറപ്പിച്ച് നോക്കി. കിളവനെന്ന് വിളിച്ചപ്പോൾ അയാൾക്ക് പിടിച്ചില്ല. സെയ്ത് കാർത്തിയുടെ ചെവിൽ പിറുവിറുത്തു. നിനക്ക് കമ്പിഴി കണ്ടണോ? ഏയ്, എനിക്ക് ഇഷ്ടമല്ല. സെയ്ത് മുഖം വെട്ടിച്ച് നിഷ്കളങ്കനായി നിന്നു. സൂര്യദേവ് വംശിയെ ചേർത്ത് പിടിച്ചു. എന്റെ മോനെ, നീയൊക്കെ എന്റെ മോൻ തന്നെയാണോടാ? ദേ അച്ഛാ! എടാ മോനെ, ഈ പെണ്ണുങ്ങളുടെ മനഃശാസ്ത്രം നിനക്കറിയോ? അല്ലടാ, അതൊക്കെ IPS അക്കാദമിയിൽ പഠിപ്പിക്കുമോ? സെയ്ത് വീണ്ടും കാർത്തിയുടെ ചെവി തിന്നു. കാർത്തി രൂക്ഷമായി അവനെ നോക്കി. ഞാൻ നിന്റെ സംശയം അച്ഛനോട് ചോദിക്കട്ടെ? പോടാ, ഒരു സംശയം ചോദിക്കാനും പാടില്ലേ? വംശി ആ കുട്ടി പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? നീ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സമ്മതം പറഞ്ഞ് കൂടെ വരണമായിരുന്നു. അതല്ല അച്ഛാ, ഞാൻ അവളെന്നെ നെഞ്ചിക്കൊണ്ട് കിടന്നല്ലേ. പെട്ടെന്ന് അവളങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കാകെ... വംശി അദ്ദേഹത്തെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിൽ മുഖമമർത്തി. സൂര്യദേവ് ചെറുചിരിയോടെ വാത്സല്യപൂർവ്വനെ ചേർത്ത് പിടിച്ചു. മോനെ, അവളൊരു നല്ല കുട്ടിയാ. നിനക്ക് ഈ കാലയളവുകൾ കൊണ്ടത് മനസ്സിലായതല്ലേ. നീ വിഷമിക്കാതെ, എല്ലാം നമുക്ക് നോക്കാടാ. അച്ഛനല്ലേ കൂടെ. അയാൾ അവന്റെ തോളിൽ തട്ടി. ഓക്കെ, നീ ശ്രമിച്ചിട്ട് നടന്നില്ല, ഇനി അച്ഛനൊന്ന് ശ്രമിച്ചു നോക്കാം. അയാൾ അവനെ നോക്കി കണ്ണിറുക്കി. അത് ശരിയാ, SP സാറാണ് ഇക്കാര്യത്തിൽ പുലി. പക്ഷേ ഇതിപ്പോ സാറ് പോയ അവന്റെ കാര്യം നടക്കും തോന്നില്ല. സെയ്താണ്. അതെന്താടാ? സൂര്യദേവ് സംശയത്തിൽ നോക്കി. അല്ല, വംശിയുടെ അച്ഛനാണെന്ന് പറഞ്ഞ് കൃഷ്ണനടുത്ത് നിന്നാ അവൾ വിശ്വസിക്കണ്ടേ? മാത്രമല്ല, അവളുടെ കൂട്ടുകാരികൾ സ്വഭാവം വെച്ച് അവളുമാരി SP സാറ് വളച്ചെന്ന് വരും. അത്ര സ്ട്രക്ചറൽ എന്റെ അമ്മച്ചി. സൂര്യദേവിനെ അടിമുടി നോക്കി സെയ്ത്. അത് കേട്ട് അവർ മൂവരും പൊട്ടിച്ചിരിച്ചു. ഡാടാ വേണ്ട, അപ്പനിട്ട് പണിയല്ലേ മക്കളെ. വംശി, നീ ധൈര്യമായിട്ടിരിക്കുക. ഇനി ഇക്കാര്യം ഞാൻ ഏറ്റു. ഇനി ഇഷ്ടം പറഞ്ഞ ആ കുട്ടിയെ ശല്യം ചെയ്യരുത്, ഓക്കെ? സൂര്യദേവ് വംശിയോട് ഗൗരവത്തിൽ പറഞ്ഞു. നിങ്ങളോടും കൂടിയാ? അയാൾ കാർത്തിയെയും സെയ്തിനെയും നോക്കി. ഇല്ലച്ചാ, ഞങ്ങൾ ഒന്നിനുമില്ല. ഇവന്റെ ഇഷ്ടം എങ്ങനെയെങ്കിലും നടന്നാൽ മതി, അവർ പറഞ്ഞു. എന്നാൽ ശരി, മക്കളെല്ലാം അടിച്ചു നനച്ചൊന്ന് കുളിക്കുക. എന്നിട്ട് അമ്മമാരെ വിളിച്ച് കിട്ടുന്നൊക്കെ വാങ്ങിച്ചോ. പിന്നെ കൂട്ടി അതിങ്ങനെ ഓവറായി വേണ്ട കേട്ടോ. അയാൾ മൂവരോടുമായി പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ പോവാ, ഇനിയിന്ന് കോളേജിൽ പോകണോ? വേണ്ടച്ചാ, ഇനിയിപ്പോൾ എക്സാം ആയില്ലേ, കാർത്തി പറഞ്ഞു. എന്നാൽ ശരി, ഞാൻ ഇറങ്ങുന്നു. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതേ മൂവരെയും നോക്കി. പിന്നെ അവരെ മൂവരെയും ഒന്ന് ചേർത്ത് പിടിച്ചു. വംശി! ഇല്ലച്ചാ, എല്ലാം ഓർമ്മയുണ്ട്. സൂര്യദേവ് കാറിൽ കയറി. കാറ് കയറ്റിടന്ന് പുറത്തേക്ക് പാഞ്ഞുപോയി. ഒരു മഴ പെയ്തു പറഞ്ഞ പോലെ. സെയ്ത് നിശ്വസിച്ചുകൊണ്ട് സെറ്റിലേക്ക് വീണു. കൂടെ മറ്റു രണ്ടുപേരും. കുറച്ച് മാസങ്ങൾക്ക് ശേഷം വംശിയുടെ വീട്. ഇന്ന് വംശിയുടെ പെണ്ണുകാളാണ്. സെയ്തും കാർത്തിയും ബൈക്ക് നിർത്തി പുറത്തിറങ്ങി. അന്നമ്മേ! ഉറക്കി വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ഓ, വന്നോ പടകൾ രണ്ടും? ഷർട്ടിന്റെ കൈ മടക്കിക്കൊണ്ട് സൂര്യദേവ് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു. കൂടെ വംശിയുടെ മമ്മ ആനും. സെയ്ത് വായും പൊളിച്ച സൂര്യദേവിനെ നോക്കി. ഡാ കാർത്തി, ഇന്നിങ്ങേരുടെ പെണ്ണുകാളാണോ? മൊത്തം കറുപ്പിച്ചിട്ടുണ്ടല്ലോ കിളവൻ. നിനക്ക് രാവിലെ തന്നെ എന്തെങ്കിലും വേണോ? കാർത്തി അവനെ നോക്കി. നീ പോടപ്പ, കിട്ടിയില്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചിട്ട് പോകും. നമുക്ക് 4 പേർക്കും പോയാൽ പോരെ? സെയ്ത് ആനയോട് ചോദിച്ചു. അതെന്താണോ ഞാൻ വന്ന? സൂര്യദേവ് സംശയത്തോടെ സെയ്തിനെ നോക്കി. അല്ല, ഞങ്ങൾ യൂത്തന്മാരെ നിരന്നുന്ന നിങ്ങൾക്കല്ലേ മാർക്കറ്റ് വാല്യൂ കൂടുതൽ. എന്തായാലും ഇത്, അവൻ അസൂയയോടെ പറഞ്ഞു. ഏത്? ആ, അത് തന്നെ. സെയ്തും തിരിച്ചു പറഞ്ഞു. ഇവ മിക്കവാറും ഇപ്പൊ തന്നെ വാങ്ങും, കാർത്തി ആത്മകഥം പറഞ്ഞു. അവൻ റെഡിയായാലോ മാമ? ഓ, റെഡിയായി വരാന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. നിങ്ങൾ വാ, ഏതെങ്കിലും കഴിക്കാം. ശരി മാമ, കാര്യം എന്തെങ്കിലും എടുത്തോ. സെയ്ത് ചാടി എഴുന്നേറ്റ് മുന്നിൽ നടന്നു. ഡേയ്, ബാക്കിയുള്ളവർക്ക് കുറച്ചെന്തെങ്കിലും വെക്കണേ. നോക്കാം പോലീസ് ഡാഡി. സെയ്തിന്റെ പിറകെ മറ്റുള്ളവരും ചിരിയോടെ നടന്നു. കാറിൽ ഇരുന്നില വീണ്ടും മുറ്റത്ത് നിർത്തി. സൂര്യദേവ് ആരും മുന്നിലത്തെ ഡോർ തുറന്നിറങ്ങി. പുറകിൽ നിന്ന് സെയ്തും കാർത്തിയും വംശിയും. വംശിയുടെ മുഖത്ത് തെളിച്ചമില്ല. ഡാ വംശി! സെയ്ത് വിളിച്ചു. നീ വേഗം മുന്നിലെടുക്ക്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ചെറുക്ക് നീ വീട്ടുകാർ എഴുതും. അവർ സൂര്യദേവിനെ ചൂണ്ടി പറഞ്ഞു. നീ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടേ പോകും, കാർത്തി പറഞ്ഞു. വംശി ഒന്നും മിണ്ടാ മുന്നോട്ട് നടന്നു. അതുകൊണ്ട് അവരിരുവരും പരസ്പരം നോക്കി കൂട്ടമായി ചിരിച്ചു. വരൂ വരൂ, പുറത്തേക്ക് ഇറങ്ങി വന്ന ഒരു മധ്യവയസ്സുള്ള ആൾ പറഞ്ഞു. സൂര്യദേവ് അയാളുടെ കൈ കവർന്ന് അകത്തേക്ക് നടന്നു. എല്ലാവരും ഇരുന്നു.
വംശി തീർത്തും ഗൗരവത്തിലാണ്. എന്തോ അവരെത്തി, ചായ എടുത്തോളൂ. അദ്ദേഹത്തേക്ക് നോക്കി പറഞ്ഞു. ഒരു ഐശ്വര്യമുള്ള സ്ത്രീ ചായയുമായി കടന്നു വന്നു. അവരെല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു. മോളെവിടെ? ആൻ ഇന്ദുവിനോട് ചോദിച്ചു. അകത്തുണ്ട്, കുട്ടി അങ്ങോട്ട് ചെന്നോളൂ, വലതുഭാഗത്തെ മുറിയാണ് കേട്ടോ, അവർ വംശിയോടായി പറഞ്ഞു. അവനെ എല്ലാവരെയും നോക്കി. എല്ലാ മുഖത്തും നിറഞ്ഞ ചിരിയാണ്. അവൻ സൂര്യദേവനെ സൂക്ഷിച്ചു നോക്കി. അദ്ദേഹം ചിരിയോട് അവൻ നോക്കി കണ്ണിറുക്കി. വംശി അത്ഭുതത്തോടെ എഴുന്നേറ്റു. ഡാ, ഞാൻ വരണം, ഒരു ധൈര്യത്തിന്. സെയ്ത് എഴുന്നേറ്റു. എവിടേക്ക്? ഇരിക്കടാ അവിടെ. സൂര്യദേവാണ്. എന്നാ നീ പോയിക്കോ, ഞാൻ ചായ പിടിക്കട്ടെ, വല്ലാതെ ക്ഷീണം. സെയ്ത് ചമ്മലിൽ അവിടെ ഇരുന്നു. ഇന്ദുമ്മ, ചിപ്സ് ഇല്ലേ? അവൻ കേക്ക് എടുത്ത് കഴിച്ചുകൊണ്ട് ചോദിച്ചു. ഉണ്ട്, മോ വായോ. ഇന്ദു ചിരിച്ചുകൊണ്ട് അവനെയും കൂട്ടി അകത്തേക്ക് നടന്നു. ഇവനെ കൊണ്ട്. സൂര്യദേവൻ ചിരിച്ചു. ഡാ, എന്നാ ഞാനും. കാർത്തിയും പുറകെ പാഞ്ഞു. എന്റെ മക്കള് തന്നെയാ. സൂര്യദേവ് പുഞ്ചിരിച്ചുകൊണ്ട് നാരിയോടായി പറഞ്ഞു. ചാരിയിട്ട വാതിൽ മേലെ തട്ടിക്കൊണ്ട് വംശി അകത്തേക്ക് കയറി. റൂമിലാകെ മിഴികൾ ഓടിച്ചു. ജനലിന്റെ അടികൾ പിടിച്ചൊരുവൾ പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. നീണ്ട ചുരുണ്ട മുടിയിഴകളാണ് ആദ്യം കണ്ണിലുടക്കിയത്. വംശി അവളുടെ അടുത്തേക്ക് നടന്നു. പുറകിലൊരു കാലൊച്ച കേട്ട് അവൾ കമ്പിയിൽ മുറുക്കി പിടിച്ചു. കൃഷ്ണ, വംശി വിളിച്ചു. അവൾ അത്ഭുതത്തോടെ തിരിഞ്ഞു നോക്കി. വംശിയുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. കൃഷ്ണ, തന്റെ മാത്രം പ്രാണൻ എത്രയായി ഉള്ളിൽ കൊണ്ട് നടക്കുന്നു. അന്ന് അച്ഛൻ പറഞ്ഞതിന് ശേഷം അവളെ കണ്ടിരുന്നില്ല. ഇപ്പോൾ ഇത്ര നാളുകൾ കൂടി കാണുമ്പോൾ ഒന്ന് ഞെക്കി കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു. കൃഷ്ണ, എന്തോന്നും പറയാത്ത? വംശി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അത്ഭുതം നിറഞ്ഞ അവളുടെ കണ്ണുകളിൽ നിസ്സഹായത നിറഞ്ഞു. തനിക്ക് സംസാരിക്കാൻ അറിയില്ലെന്ന് വംശിയേട്ടൻ അറിയില്ലേ? എന്താ? അവൻ വീണ്ടും അവളെ നോക്കി. നീ പറഞ്ഞു വേണേ, എനിക്ക് മനസ്സിലാവും നിന്റെ ഭാഷ, ഞാൻ പഠിച്ചതാ. അവൻ ഒറ്റക്കണ്ണിറക്കി. അത്രയ്ക്ക് ജീവനാ നീ എനിക്ക്. വംശി കുസൃതിയോട് അവളോട് പറഞ്ഞു. അവളുടെ മിഴികളിൽ അത്ഭുതവും പ്രണയവും നിറഞ്ഞു. വംശിയേട്ടാ, അവൾ ആംഗ്യ ഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. ആദ്യം മുതൽ എനിക്ക് ഏട്ടനെ ഇഷ്ടമായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് എന്നെ നോക്കി നിൽക്കുന്ന എൻ്റെ ഈ കുറവെന്നെ പിന്നോട്ട് വലിച്ചു. വേദനയോടെയാ ഞാൻ ഏട്ടനെ വേണ്ടാന്ന് പറഞ്ഞ്. പിന്നെ കാണാതിരുന്നപ്പോൾ ഞാൻ കരുതി എന്നോട് വെറുപ്പാണെന്നും എന്നെ മറന്നെന്നും. കഴിഞ്ഞ മാസം എൻ്റെ ഏട്ടൻ അച്ഛൻ ഇവിടെ വന്ന് വിവാഹക്കാരും സംസാരിച്ചു. എല്ലാവർക്കും സമ്മതമായിരുന്നു. ഏട്ടനോട് പറയേണ്ടെന്ന് അദ്ദേഹമാണ് പറഞ്ഞത്. അവൾ പറഞ്ഞുകൊണ്ടിരുന്നു. വംശി സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. കൃഷ്ണ, അവൾ മുഖമുയർത്തി അവനെ നോക്കി. ഞാനൊന്ന് ഉമ്മ വെച്ചോട്ടെ. അവൾ മേലെ ചിരിച്ചുകൊണ്ട് മിഴികൾ താഴ്ത്തി അവനവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. ഒരു പുരുഷന് തന്റെ പാതി കൊടുക്കാവുന്ന ഏറ്റവും സുന്ദരമായ ചുംബനം. അവൾ മിഴികൾ അടച്ചത് ഏറ്റുവാങ്ങി. അപ്പൊ ഇനി നമുക്ക് ജീവിച്ചു തുടങ്ങാം. കൃഷ്ണവംശിയായി അല്ലേ? അവൾ മിഴികൾ ചിമ്മി ചിരിച്ചു. കൃഷ്ണയും വംശിയും പുറത്തു വരുമ്പോൾ എല്ലാവരും വിശേഷങ്ങൾ പറഞ്ഞിരിക്കുകയായിരുന്നു. വംശി വേഗത്തിൽ നടന്ന് സൂര്യദേവനെ മുറുകെ കെട്ടിപ്പിടിച്ചു. അച്ഛാ, സന്തോഷമായോ? അദ്ദേഹം അവനെ ചേർത്ത് പിടിച്ചു. ഒത്തിരി. ഡാ, ഞങ്ങളെയും. സെയ്ദ് കൈവീഴ്ത്തി വംശിയെ നോക്കി. അവൻ കാർത്തിയെയും സെയ്ദിനെ ഇറുകെ പുണർന്നു. അതെ, ഒരാളുടെ കാര്യം ഏകദേശം ഓക്കെ. ഇനി 2 മക്കള് പന പോലെ വളർന്ന് പ്രായം കഴിഞ്ഞ് വീടും നാടും നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നുണ്ടെന്ന കാര്യം പിതാശ്രീ മറക്കരുത്. സെയ്ദ് സൂര്യദേവി നോക്കി പറഞ്ഞു. ഓ, ഉത്തരവ്. തൊഴുതുകൊണ്ട് അയാൾ പറഞ്ഞു. അല്ല, വയസ്സും പ്രായമായില്ലേ, ഓർപ്പിക്കേണ്ട കടമ ഞങ്ങൾക്കുണ്ടല്ലോ, അല്ലട കാർത്തി. സെയ്ദ് വീണ്ടും സെൽഫ് കോള്. ആർക്കടാ വയസ്സായത്? സൂര്യദേവ് സെയ്ദിനെ ചെറിഞ്ഞു നോക്കി. അയ്യോ, ചെറുപ്പക്കാരനോടല്ല ഞാൻ പറഞ്ഞ്, കൃഷ്ണയുടെ അച്ഛനോടാ യുവാവേ. സെയ്ദ് നിഷ്കുവായി. എല്ലാവരും പൊട്ടിച്ചിരിച്ചു. വംശി കൃഷ്ണയെ നോക്കി കണ്ണിറുക്കി. അവളുടെ ചിരിയുടെ തിളക്കം ഒന്നുകൂടി വർദ്ധിച്ചു. പ്രണയത്തിന്റെ തിളക്കം.